ഹലോ ഫ്രണ്ട്സ്, മിനി ഡ്രാഫ്റ്റർ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഫ്ലൂയിഡ് മെക്കാനിക്സ് ആയി ബന്ധപ്പെട്ട വീഡിയോസാണ് നമ്മൾ ഇതുവരെ ചെയ്തുകൊണ്ടിരുന്നത്. ഇതിൻ്റെ 4ാമത്തെ വീഡിയോ ആണ് ഇത്. ആർക്കിമിഡീസ് പ്രിൻസിപ്പൽ ആയി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: ദ അപ്വേർഡ് ഫോഴ്സ് എക്സേർട്ടഡ് ബൈ ദ ലിക്വിഡ് ഡിസ്പ്ലേസ്ഡ് ബൈ ദ ബോഡി വെൻ ഇറ്റ് ഈസ് പ്ലേസ്ഡ് ഇൻസൈഡ് ദ ലിക്വിഡ് ഈസ് കോൾഡ്. Option A, centripetal force. B, force of friction. C, gravitational force. D, buoyant force. According to Archimedes' principle, when a body is fully or partially is immersed in a fluid, an upward thrust is exerted on the body by the fluid. അങ്ങനെ ബോഡിയുടെ മുകളിൽ ലിക്വിഡ് അപ്ലൈ ചെയ്യുന്ന അപ്വേർഡ് ത്രസ്റ്റ് ഈ ബോഡി ഇമേഴ്സ് ചെയ്യുമ്പോൾ ഡിസ്പ്ലേസ് ചെയ്യുന്ന വാട്ടറിൻ്റെ വെയ്റ്റിന് ഈക്വൽ ആയിരിക്കും. അപ്വേർഡ് ത്രസ്റ്റിനെയാണ് ബൊയാൻഡ് ഫോഴ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ആൾ ഒബ്ജക്റ്റ് എക്സ്പീരിയൻസ് എ ബൊയാൻസി വെൻ ദേ ആർ ഇമേഴ്സ്ഡ് ഇൻ എ ഫ്ലൂയിഡ്. ബൊയാൻസി ഈസ് ഓപ്ഷൻ എ ഡൗൺവേർഡ് ഫോഴ്സ്. ബി, എ ഡൗൺവേർഡ് പ്രഷർ. സി, ആൻ അപ്വേർഡ് ഫോഴ്സ്. ഡി, ആൻ അപ്വേർഡ് പ്രഷർ. ആൻസർ ഓപ്ഷൻ സി, ആൻ അപ്വേർഡ് ഫോഴ്സ്. ബൊയാൻസി എന്ന് പറയുന്നത് വാട്ടർ ബോഡിയുടെ മേൽ അപ്ലൈ ചെയ്യുന്ന ഒരു ഫോഴ്സ് ആണ്. ആൻഡ് ഇറ്റ് ഈസ് ഈക്വൽ ടു ദ വെയ്റ്റ് ഓഫ് ദ വാട്ടർ ഡിസ്പ്ലേസ്ഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്. അസേർഷൻ: എ ഹ്യൂമൻ ഫ്ലോട്ട് ഈസിലി ബൈ യൂസിങ് എ റബ്ബർ ട്യൂബ്. റീസൺ: an inflated rubber tube has low weight and large volume and increases the upthrust. Option A, assertion is correct, reason is correct, and reason is not the correct explanation of assertion. B, assertion is correct, reason is correct, and reason is the correct explanation of assertion. C, assertion is correct, reason is incorrect. D, assertion is incorrect, reason is correct. Answer option B, assertion is correct, reason is correct, and reason is the correct explanation of assertion. Assertion എന്താ പറയുന്നത്? Human float easily by using a rubber tube. Reason: an inflated rubber tube has low weight and large volume and increase the upthrust. റബ്ബർ ട്യൂബിന് വോളിയം കൂടുതലായിരിക്കും, ബട്ട് വെയിറ്റ് വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ മുകളിൽ അപ്ലൈ ചെയ്യുന്ന ബൊയാൻഡ് ഫോഴ്സ് എന്ന് പറയുന്നത് കൂടുതലായിരിക്കും. ദെർഫോർ അസേർഷൻ കറക്റ്റാണ്, റീസണും കറക്റ്റാണ്. ആൾസോ റീസൺ ഇസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് അസേർഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: വാട്ട് ഈസ് ദ പ്രിൻസിപ്പൽ കോസ് ഓഫ് ആക്ഷൻ ഓഫ് ബൊയാൻഡ് ഫോഴ്സ് ഓൺ എ ബോഡി സബ്മേർജ്ഡ് പാർഷ്യലി ഓർ ഫുള്ളി ഇൻ ഫ്ലൂയിഡ്? Option A, displacement of fluid due to submerged body. B, development of force due to dynamic action. C, internal shear force mitigating external forces. D, none of the mentioned. Answer option A, displacement of fluid due to submerged body. ഇത് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ബൊയാൻഡ് ഫോഴ്സ് എന്ന് പറയുന്നത് ഡിസ്പ്ലേസ് ചെയ്ത വാട്ടറിൻ്റെ വെയ്റ്റിന് തുല്യമായിരിക്കും. Next question: when a ship enters a sea from a river, one can expect it to. Option A, rise a little. B, sink a little. C, remain at the same level of draft. D, rise or fall depending on whether it is of wood or steel. Answer option A, rise a little. റിവറിൻ്റെ ഡെൻസിറ്റി സീയുടെ ഡെൻസിറ്റിയേക്കാൾ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ ഒരു ഷിപ്പ് റിവറിൽ നിന്നും സീയിലോട്ട് എൻ്റർ ചെയ്യുമ്പോൾ ഷിപ്പ് റിവറിൽ സിങ്ക് ചെയ്ത അത്ര തന്നെ അളവിൽ സീയിൽ സിങ്ക് ചെയ്യില്ല. സോ ഇറ്റ് റൈസ് എ ലിറ്റിൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: എ ക്യൂബിക്കൽ ബ്ലോക്ക് വിത്ത് സൈഡ് 10 cm ഹാവിംഗ് എ മാസ് ഓഫ് 600 gram ഫ്ലോട്ട്സ് ഇൻ ഫ്രഷ് വാട്ടർ. ഹൗ മച്ച് ഓഫ് ദ ബ്ലോക്ക്സ് വോളിയം ഈസ് സബ്മേർജ്ഡ് ഇൻ ദ വാട്ടർ? Option A, 20%. B, 40%. C, 60%. D, 80%. 10 സെൻറ്റിമീറ്റർ സൈഡുള്ള ഒരു ക്യൂബിക്കൽ ബ്ലോക്കിൻ്റെ വെയിറ്റ് 600 gram ആണ്. ഇതൊരു ഫ്രഷ് വാട്ടറിൽ സിങ്ക് ചെയ്ത് നിൽക്കുകയാണെങ്കിൽ ഇതിൻ്റെ എത്ര
പെർസെൻറ്റേജ് ഓഫ് വോളിയമാണ് വാട്ടറിൻ്റെ അടിയിൽ സബ്മേർജ് ചെയ്ത് കിടക്കുന്നത് എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ആദ്യം ക്യൂബിൻ്റെ ഡെൻസിറ്റി കണ്ടുപിടിക്കാം. ഡെൻസിറ്റി എന്ന് പറയുന്നത് മാസ് ബൈ വോളിയം, ദാറ്റ്സ് ഈക്വൽ ടു 600 ഡിവൈഡഡ് ബൈ 10 × 10 × 10, ദാറ്റ്സ് ഈക്വൽ ടു 0.6 gram per centimeter cube, അതായത് 600 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. എത്രത്തോളം വോളിയം സബ്മേർജ് ചെയ്ത് കിടക്കുന്നു എന്ന് കണ്ടുപിടിക്കുന്നതിന് ഒരു ഇക്വേഷൻ ഉണ്ട്. വോളിയം ഓഫ് സബ്മേർജൻസി ഈസ് ഈക്വൽ ടു ഡെൻസിറ്റി ഓഫ് ബോഡി ഡിവൈഡഡ് ബൈ ഡെൻസിറ്റി ഓഫ് വാട്ടർ ഇൻറ്റു 100, ദാറ്റ്സ് ഈക്വൽ ടു 600 ഡിവൈഡഡ് ബൈ 1000 ഇൻറ്റു 100, ദാറ്റ്സ് ഈക്വൽ ടു 60%. ആൻസർ ഓപ്ഷൻ സി, 60%. ഇവിടെ ഈ ഇക്വേഷൻ എല്ലാവരും ഓർമ്മിച്ച് വെക്കുക. വോളിയം ഓഫ് സബ്മർജൻസി ഓഫ് ദ ബോഡി ഈസ് ഈക്വൽ ടു ഡെൻസിറ്റി ഓഫ് ദ ബോഡി ഡിവൈഡഡ് ബൈ ഡെൻസിറ്റി ഓഫ് വാട്ടർ ഇൻറ്റു 100. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The volume of a sealed packet of 1 liter and its mass is 800 gram. The packet is first put inside the water with a density of 1 gram per centimeter cube and then in other liquid B with a density of 1.5 gram per centimeter cube. Then which one of the following statement holds true? Option A. The packet will float in both water and liquid B. B. The packet will sink in both water and liquid B. C. The packet will sink in water but will float in liquid B. D. The packet will float in water and sink in liquid B. 1 liter വോളിയം 800 gram ഉള്ള ഒരു സീൽഡ് പാക്കറ്റ് 2 ടൈപ്പ് ഓഫ് ലിക്വിഡിൽ ഇമേഴ്സ് ചെയ്യുകയാണ്. ഒന്ന് വാട്ടറാണ്, അതിൻ്റെ ഡെൻസിറ്റി എന്ന് പറയുന്നത് 1 gram per centimeter ക്യൂബും. അടുത്തത് ഒരു ലിക്വിഡ് ബി എന്നാണ് പറഞ്ഞിട്ടുള്ളത്, ഇതിൻ്റെ ഡെൻസിറ്റി 1.5 gram per centimeter ക്യൂബ്. ഈ 2 ലിക്വിഡിലും ബോഡി ഇമേഴ്സ് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്നതാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. ഇവിടെ ബോഡിയുടെ ഡെൻസിറ്റി ആദ്യം കാണാം. ഡെൻസിറ്റി എന്ന് പറയുന്നത് മാസ് ബൈ വോളിയം, ദാറ്റ്സ് ഈക്വൽ ടു 800 ഡിവൈഡഡ് ബൈ 1 ലിറ്റർ. 1 ലിറ്ററിനെ സെൻറ്റിമീറ്റർ ക്യൂബിലോട്ട് ആക്കുമ്പോൾ 1000 ആയിരിക്കും. Therefore, density is equal to 800 divided by 1000, that's equal to 0.8 gram per centimeter cube. പാക്കറ്റിൻ്റെ ഡെൻസിറ്റി 0.8 gram per centimeter cube ആണ്. ഇത് 2 ലിക്വിഡിൻ്റെയും ഡെൻസിറ്റിയേക്കാൾ കുറവായിരിക്കും. സോ ആൻസർ ഓപ്ഷൻ എ. ദ പാക്കറ്റ് വിൽ ഫ്ലോട്ട് ഇൻ ബോത്ത് വാട്ടർ ആൻഡ് ലിക്വിഡ് ബി. 2 ലിക്വിഡിൻ്റെയും ഡെൻസിറ്റിയേക്കാൾ കുറഞ്ഞ ഡെൻസിറ്റിയാണ് ഈ പാക്കറ്റിനുള്ളത്. സോ ഇറ്റ് വിൽ ഫ്ലോട്ട് ഇൻ ബോത്ത് വാട്ടർ ആൻഡ് ലിക്വിഡ് ബി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ആൻ ഐസ് ക്യൂബ് ഈസ് ഫ്ലോട്ടിംഗ് ഇൻ എ ഗ്ലാസ് ഓഫ് വാട്ടർ. ഐസ് മെൽറ്റ് ആഫ്റ്റർ സം ടൈം. ദെൻ വാട്ട് ഹാപ്പൻസ് ടു ദ വാട്ടർ ലെവൽ ഇൻ ദ ഗ്ലാസ്? ഓപ്ഷൻ എ. ഫസ്റ്റ് ഫാൾസ് ആൻഡ് ദെൻ റൈസസ്. ബി. ഫാൾസ്. സി. റിമെയിൻസ് സെയിം. ഡി. ഫസ്റ്റ് റൈസസ് ആൻഡ് ദെൻ ഫാൾസ്. ആൻസർ ഓപ്ഷൻ സി. റിമെയിൻസ് സെയിം. വാട്ടറിലോട്ട് ഐസ് ക്യൂബ് ഇടുമ്പോൾ തന്നെ സെയിം വോളിയം ഓഫ് വാട്ടർ ഓൾറെഡി റൈസ് ആയിട്ടുണ്ടാവും. ഇനി ആ ഐസ് മെൽറ്റ് ആയാലും ആ വാട്ടറിൻ്റെ ലെവലിന് ഒരു ചേഞ്ചും സംഭവിക്കാൻ പോകുന്നില്ല. സോ വാട്ടർ ലെവൽ റിമെയിൻസ് സെയിം. Next question. A cubical block of wood of 1 meter side and density 500 kg per meter cube float in seawater of density 1000 kg per meter cube. Then depth of immersion of the block is option A 0.625 meter, B 1 meter, C 23 centimeter, D 0.5 meter. വുഡ് കൊണ്ടുള്ള ഒരു ക്യൂബിക്കൽ ബ്ലോക്കിൻ്റെ സൈഡ് 1 മീറ്റർ ആൻഡ് ഇറ്റ്സ് ഡെൻസിറ്റി 500 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. ഇത് 1000 കിലോഗ്രാം മീറ്റർ ക്യൂബിലുള്ള ഒരു സീ വാട്ടറിൽ ഫ്ലോട്ട് ചെയ്ത് നിൽക്കുകയാണ്. എത്രത്തോളം ഡെപ്ത് വാട്ടറിൽ ഇമേഴ്സ് ചെയ്തിരിക്കുന്നു എന്നാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ അനുസരിച്ച് ബൊയാൻഡ് ഫോഴ്സ് എന്ന് പറയുന്നത് വെയ്റ്റ് ഓഫ് ദ ക്യൂബ് ഈക്വൽ ടു വെയ്റ്റ് ഓഫ് ദ ഡിസ്പ്ലേസ്ഡ് വാട്ടർ. ഫ്ലോട്ട് ചെയ്ത് നിൽക്കുന്നതായിട്ട് ബൊയാൻഡ് ഫോഴ്സ് ആ ബോഡിയുടെ വെയ്റ്റിന് തുല്യമായിരിക്കും. അത് തന്നെ തുല്യമായിരിക്കും എന്തിന്? ഡിസ്പ്ലേസ് ചെയ്ത വാട്ടറിൻ്റെ വെയ്റ്റിന്.
buoyant force equal to A into H into rho W into G. അടുത്തത് വെയ്റ്റ് ഓഫ് ദ ക്യൂബ് ആണ്. വെയ്റ്റ് ഓഫ് ദ ക്യൂബ് എന്ന് പറയുന്നത് ഡെൻസിറ്റി ഇൻറ്റു വോളിയം ഇൻറ്റു ജി. ദാറ്റ്സ് ഈക്വൽ ടു 500 ഇൻറ്റു 1 ക്യൂബ് ഇൻറ്റു 9.81. ദാറ്റ്സ് ഈക്വൽ ടു 500 ഇൻറ്റു 9.81. ഫിസിക്കൽ ഇക്വേഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു. എ ഇൻറ്റു എച്ച് ഇൻറ്റു റോ ഡബ്ല്യു ഇൻറ്റു ജി. ദാറ്റ്സ് ഈക്വൽ ടു 1 സ്ക്വയർ ഇൻറ്റു എച്ച് ഇൻറ്റു 1000 ഇൻറ്റു ജി. ഇവിടെ എച്ച് എന്ന് പറയുന്നത് ഹൈറ്റ് വാട്ടറിൽ ഇമേഴ്സ് ചെയ്തിരിക്കുന്നു എന്നാണ് കൺസിഡർ ചെയ്തിട്ടുള്ളത്. Therefore, buoyant force equal to 1000 into 9.81 into h. Equating this to, അതായത് buoyant force equal to weight of the cube. That's equal to 500 into 9.81 equal to 1000 into 9.81 into h. Implies h equal to 0.5 meter. ഈ ക്വസ്റ്റ്യന് ഇക്വേഷനും കാൽക്കുലേഷനും ഒന്നുമില്ലാതെ തന്നെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ്. കാരണം ബോഡിയുടെ ഡെൻസിറ്റി 500, സീൻ്റെ ഡെൻസിറ്റി 1000. അപ്പോൾ ബോഡിയുടെ ഡെൻസിറ്റിയും കാട്ടിലും ഡബിളാണ് സീയുടെ ഡെൻസിറ്റി. അതുകൊണ്ട് തന്നെ പകുതി ഭാഗം അത് വാട്ടറിൽ സിങ്ക് ചെയ്ത് നിൽക്കും. ടോട്ടൽ ഹൈറ്റ് 1 മീറ്റർ ആകുമ്പോൾ 0.5 മീറ്റർ സിങ്ക് ചെയ്ത് നിൽക്കും. ആൻസർ ഓപ്ഷൻ ഡി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ആൻ ഒബ്ജക്റ്റ് ഈസ് പുട്ട് 1 by 1 in 3 liquids P, Q and R having different densities. Consider the following statement and arrange the liquids in ascending order of densities. Option 1. A liquid P. The object is completely submerged. Second, in liquid Q, object float with 1/4 part of their volume inside the liquid. Third one, in liquid R, object float with 1/2 of their volume inside the liquid. Option R less than Q less than P. B. P less than Q less than R. C. Q less than R less than P. D. P less than R less than Q. ഒരു ബോഡി ഡിഫറെൻറ്റ് ഡെൻസിറ്റിയിലുള്ള 3 ലിക്വിഡിൽ ഇമേഴ്സ് ചെയ്യുകയാണ്. അതിൽ ആദ്യത്തെ ലിക്വിഡിൽ കംപ്ലീറ്റ്ലി സബ്മേർജ്ഡ് ആയിരിക്കും. ലിക്വിഡ് ക്യൂവിൽ 1/4 പാർട്ട് വോളിയം ഇൻസൈഡ് ആയിരിക്കും. അതുപോലെ തന്നെ തേർഡ് ഫ്ലൂയിഡ് ആയിട്ടുള്ള ആറിൽ ഒബ്ജക്റ്റ് പകുതി ഭാഗം ഇമേഴ്സ് ചെയ്തിരിക്കും. ഇങ്ങനെയാണെങ്കിൽ ഈ 3 ലിക്വിഡിൻ്റെയും ഡെൻസിറ്റി തമ്മിൽ കമ്പയർ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റത്തെ ഫ്ലൂയിഡിൽ ഒബ്ജക്റ്റ് കംപ്ലീറ്റ്ലി സബ്മേർജ്ഡ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ലിക്വിഡിൻ്റെ ഡെൻസിറ്റി ഏറ്റവും കുറവായിരിക്കും. ലിക്വിഡ് ക്യൂവിൽ 1/4 ഭാഗം ഇൻസൈഡാണ്. പക്ഷേ ലിക്വിഡ് ആറിൽ പകുതി ഭാഗം ഇൻസൈഡാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ സബ്മേർജ്ഡ് ചെയ്തിട്ടുള്ളത് ലിക്വിഡ് ആറിലാണ്. അതുകൊണ്ട് ക്യൂവിനെക്കാട്ടിലും ആറിൻ്റെ ഡെൻസിറ്റി കുറവായിരിക്കും. സോ ഓപ്ഷൻ ഡി, P ലെസ് ദാൻ R ലെസ് ദാൻ Q. Q ആയിരിക്കും ഏറ്റവും കൂടുതൽ ഡെൻസിറ്റി ഉള്ള ഫ്ലൂയിഡ്. അത് കഴിഞ്ഞാൽ R, അത് കഴിഞ്ഞാൽ P. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ആൻ ഒബ്ജക്റ്റ് ഫ്ലോട്ട്സ് ഇൻ വാട്ടർ വിത്ത് 1/3 ഓഫ് ഇറ്റ്സ് വോളിയം അണ്ടർ വാട്ടർ. ദ ഡെൻസിറ്റി ഓഫ് ദ ഒബ്ജക്റ്റ് ഈസ് n ടൈംസ് ദ ഡെൻസിറ്റി ഓഫ് വാട്ടർ വേർ n ഈസ്. ഓപ്ഷൻ എ 1/6, B 1/3, C 1/4, D 2. ബോഡിയുടെ വോളയത്തിൻ്റെ 1/3 പാർട്ടും അണ്ടർ വാട്ടറിലാണ് കിടക്കുന്നത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ഈ ബോഡിയുടെ ഡെൻസിറ്റിയും വാട്ടറിൻ്റെ ഡെൻസിറ്റിയും തമ്മിലുള്ള റിലേഷൻ എന്താണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അക്കോർഡിംഗ് ടു ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ, വെയ്റ്റ് ഓഫ് ദ ഒബ്ജക്റ്റ് ഈക്വൽ ടു ബൊയാൻറ്റ് ഫോഴ്സ് ദാറ്റ്സ് ഈക്വൽ ടു വെയ്റ്റ് ഓഫ് ദ വാട്ടർ ഡിസ്പ്ലേസ്ഡ്. The object is equal to density into volume into force due to gravity. That's equal to rho 0 into V0 into G. Weight of water is equal to density of water into volume of water displaced into acceleration due to gravity. That's equal to rho F into V0/3 into G. ഇക്വേറ്റ് ചെയ്യുകയാണെങ്കിൽ rho 0 into V0 into G equal to rho F into V0/3 into G. That implies density of the object equal to 1/3 of density of the fluid. Answer option B. Next question. Which of the following instrument is based on Archimedes principle?
ഓപ്ഷൻ എ ഗാൽവനോമീറ്റർ, ബി ഹൈഡ്രോമീറ്റർ, സി ഓംമീറ്റർ, ഡി വോൾട്ട്മീറ്റർ. ആൻസർ ഓപ്ഷൻ ബി ഹൈഡ്രോമീറ്റർ. Next question. The apparent mass of a piece of metal when fully immersed in water is 60 gram. If the relative density of this metal piece is 2.5, find its actual mass in gram. Option A 300, B 40, C 400, D 100. ഒരു മെറ്റൽ പീസ് വാട്ടറിൽ ഫുള്ളി ഇമേഴ്സ്ഡ് ആയിട്ടാണ് കിടക്കുന്നത്. ഇതിൻ്റെ അപ്പാരൻ്റ് മാസ്സാണ് തന്നിട്ടുള്ളത്. ദാറ്റ്സ് ഈക്വൽ ടു 60 grams. ആൻഡ് ദ റിലേറ്റീവ് ഡെൻസിറ്റി ഓഫ് മെറ്റൽ പീസ് ഈസ് 2.5. ഇതിൻ്റെ ആക്ച്വൽ മാസ്സാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പാരൻ്റ് മാസ് എന്ന് പറയുന്നത് വെള്ളത്തിൻ്റെ അപ്ട്രസ്റ്റ് മൂലം ബാക്കി വരുന്ന വെയിറ്റ് ലോസ് വന്നതിന് ശേഷം ബാക്കി ഉണ്ടാവുന്ന വെയിറ്റിനെയാണ് അപ്പാരൻ്റ് വെയിറ്റ് എന്ന് പറയുന്നത്. Therefore, apparent mass equal to true mass minus weight loss. True mass density into volume. Density 2.5 into 1 into V. അതുപോലെ തന്നെ വെയിറ്റ് ലോസ് എന്ന് പറയുന്നത് വോളിയം ഇൻറ്റു ഡെൻസിറ്റി ഓഫ് വാട്ടർ ദാറ്റ്സ് ഈക്വൽ ടു 1. Therefore, 60 equal to 2.5 into 1 into V minus 1 into V. That's equal to 60 equal to 1.5 V. Therefore, V equal to 16 by 1.5. That's equal to 40. Volume equal to 40. ഇനി mass equal to density into volume. That's equal to 2.5 into 40. That's equal to 100 grams. Option D. ഇത് വേറൊരു രീതിയിൽ ചെയ്യാം. അതിനൊരു ഇക്വേഷൻ ഉണ്ട്. റിലേറ്റീവ് ഡെൻസിറ്റി ഈക്വൽ ടു ട്രൂ മാസ് ബൈ ട്രൂ മാസ് മൈനസ് അപ്പാരൻറ്റ് മാസ്. മാസാണ് നമുക്ക് പിടിക്കേണ്ടത്. അതിനെ നമുക്ക് എക്സ് എന്ന് ഡിനോട്ട് ചെയ്യാം. സോ 2.5 ഈക്വൽ ടു എക്സ് ബൈ എക്സ് മൈനസ് 16. 2.5 എക്സ് മൈനസ് 2.5 ഇൻറ്റു 60 ഈക്വൽ ടു എക്സ്. 1.5 എക്സ് ഈക്വൽ ടു 150. Therefore, x equal to 150 divided by 1.5. That's equal to 100 grams. ഇക്വേഷൻ പഠിച്ചിട്ട് ഇങ്ങനെ ചെയ്യുന്നവർക്ക് ഇങ്ങനെ ഇക്വേഷൻ യൂസ് ചെയ്തിട്ടും ചെയ്യാം. അല്ലാതെ ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ ഉപയോഗിച്ച് നേരിട്ട് ചെയ്യുന്നവർക്ക് അങ്ങനെയും ചെയ്യാം. നിങ്ങളുടെ സൗകര്യം അനുസരിച്ച് എങ്ങനെയെന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്യുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ സ്റ്റോൺ വെയ്റ്റ് 450 Newton in air and 200 Newton in water. Compute the volume of stone. Option A 0.025 meter cube, B 0.05 meter cube, C 0.075 meter cube, D none of the mentioned. സ്റ്റോണിൻ്റെ ട്രൂ വെയ്റ്റും അപ്പാരൻ്റ് വെയ്റ്റും തന്നിട്ടുണ്ട്. ഇതിൻ്റെ വോളിയം കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. വെയ്റ്റ് ഓഫ് വാട്ടർ ഡിസ്പ്ലേസ്ഡ് ഈക്വൽ ടു വെയ്റ്റ് ലോസ് ദാറ്റ്സ് ഈക്വൽ ടു weight of stone in air minus weight of stone in water. That's equal to 450 minus 200. That's equal to 250. Volume of water displaced equal to 250. That's equal to 1000 into V into 10 equal to 250. V equal to 215 divided by 1000 into 10. That's equal to 0.025. Volume of stone equal to 0.025. Answer option A. Next question. A stone weight 650 Newton in air and 275 Newton in water. Compute its specific gravity. Option A 1.73, B 2.45, C 3.46, D 0.865. ഇതും കഴിഞ്ഞ ക്വസ്റ്റ്യൻ പോലെ തന്നെയാണ്. ട്രൂ വെയ്റ്റും അപ്പാരൻ്റ് വെയ്റ്റും തന്നിട്ടുണ്ട്. ഇതിൽ സ്പെസിഫിക് ഗ്രാവിറ്റിയാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. മുൻപേ പറഞ്ഞ ഇക്വേഷൻ വെച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്കത് പെട്ടെന്ന് ചെയ്യാം. റിലേറ്റീവ് ഡെൻസിറ്റി ഈക്വൽ ടു ട്രൂ മാസ് ഡിവൈഡഡ് ബൈ ട്രൂ മാസ് മൈനസ് അപ്പാരൻ്റ് മാസ്. ദാറ്റ്സ് ഈക്വൽ ടു 650 ബൈ 650 മൈനസ് 275. ദാറ്റ്സ് ഈക്വൽ ടു 650 ഡിവൈഡഡ് ബൈ 375 ഈക്വൽ ടു 1.73. ഓപ്ഷൻ എ. ഇക്വേഷൻ അറിഞ്ഞിരിക്കുന്നതാണ് കൂടുതൽ ബെറ്റർ. കാരണം ഇങ്ങനെയൊരു ക്വസ്റ്റ്യൻ വന്നാൽ അത് പെട്ടെന്ന് നമുക്ക് ചെയ്യാവുന്നതാണ്. ഓപ്ഷൻ ഡി W1 ബൈ W2 മൈനസ് W1. W1 സ്പെസിഫിക് വെയിറ്റ് ഉള്ള ഒരു ബോഡി
W2 സ്പെസിഫിക് വെയിറ്റ് ഉള്ള ഒരു ലിക്വിഡിൽ ഫ്ലോട്ട് ചെയ്ത് നിൽക്കുകയാണ്. ഈ ബോഡിയുടെ സബ്മേർജ്ഡ് വോളിയം വാട്ടറിന് പുറത്തുള്ള വോളിയം തമ്മിലുള്ള റേഷ്യോ ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. ആദ്യം നമ്മൾ ഈ ബോഡിയുടെ H% ഓഫ് പാർട്ട് ഓഫ് ദ ബോഡി സബ്മേർജ്ഡ് ആയി കിടക്കുകയാണെന്ന് അസ്യൂം ചെയ്യുന്നു. ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ, ബൊയാൻറ് ഫോഴ്സ് ആക്റ്റഡ് ബൈ ലിക്വിഡ് ഈക്വൽ ടു വെയിറ്റ് ഓഫ് ദ ബോഡി. ഈ ബോഡി ഫ്ലോട്ട് ചെയ്ത് കിടക്കുന്നത് കൊണ്ട് വെയിറ്റ് ഓഫ് ദ ബോഡിക്ക് ഈക്വൽ ആയിരിക്കും ബൊയാൻറ് ഫോഴ്സ് എന്ന് പറയുന്നത്. ബൊയാൻറ് ഫോഴ്സ് ഈക്വൽ ടു വോളിയം ഓഫ് വോളിയം ഓഫ് വാട്ടർ ഡിസ്പ്ലേസ്ഡ്. Therefore, buoyant force equal to H into rho F into G into V. Weight of the body equal to rho B into G into V. Therefore, H into W2 equal to W1. H equal to W1 by W2. The part of the body outside the liquid എന്നാണ് പറഞ്ഞിട്ടുള്ളത്. Therefore, 1 minus H equal to 1 minus W1 by W2. That's equal to W2 minus W1 by W2. Option A. ആൻസർ മാറിപ്പോയത് H നമ്മൾ അസ്യൂം ചെയ്തെടുത്തതാണ്. ഇത് അണ്ടർ വാട്ടറിലുള്ള വോളിയമാണ് H എന്ന് പറയുന്നത്. പക്ഷെ പുറത്തെ വോളിയമാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 1 മൈനസ് H ആണ് കണ്ടുപിടിക്കേണ്ടത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ പോർഷൻ ഓഫ് എ വുഡൻ ബ്ലോക്ക് ഓഫ് വിഡ്ത്ത് 3.5 meter and depth 1 meter is submerged when it float horizontally in water. The density of wooden block is 850 kg per meter cube and its length 7 meter. Option A 0.95, B 0.85, C 1.05, D 1.65. ഒരു വുഡൻ ബ്ലോക്കിൻ്റെ ഡയമെൻഷൻ തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ അതിൻ്റെ ഡെൻസിറ്റിയും തന്നിട്ടുണ്ട്. എത്ര പെർസെൻറ്റേജ് ഓഫ് വോളിയമാണ് വാട്ടറിൽ സബ്മേർജ് ചെയ്തിട്ടുള്ളത് എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. H ഹൈറ്റ് സബ്മേർജ് ചെയ്തിട്ടുള്ളതായിട്ട് നമുക്ക് അസ്യൂം ചെയ്യാം. വെയിറ്റ് ഓഫ് വുഡൻ ബ്ലോക്ക് ഈക്വൽ ടു റോ ഇൻറ്റു ജി ഇൻറ്റു വോളിയം. ദാറ്റ്സ് ഈക്വൽ ടു 850 ഇൻറ്റു 9.81 ഇൻറ്റു 7 ഇൻറ്റു 3.5 ഇൻറ്റു 1. Weight of water displaced equal to weight of wooden block. Weight of water displaced equal to 7 into 3.5 into H into 1000 into 9.81. It's equal to 850 into 9.81 into 7 into 3.5 into 1. Therefore, H equal to 850 divided by 1000. That's equal to 0.85. Answer option B. Next question. Submarine works on which of the following principles? Option A Bernoulli's law, B Pascal's law, C Darcy's law, D Archimedes law. Answer option D Archimedes law. ഈ ക്വസ്റ്റ്യനോടെ ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ ആയി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് കഴിഞ്ഞു. ഇനി മെറ്റാസെൻട്രിക് ഹൈറ്റുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് അടുത്തത്. മെറ്റാസെൻട്രിക് ഹൈറ്റിൽ നിന്നുള്ള ഫസ്റ്റ് ക്വസ്റ്റ്യൻ. When a body floating in a liquid is displaced slightly, it oscillates about. Option A center of gravity of the body, B center of pressure, C metacenter, D none of this. Answer option C metacenter. മെറ്റാസെൻറ്റർ എന്ന് പറയുന്നത് നമ്മൾ അസ്യൂം ചെയ്തിട്ടുള്ള ഒരു പോയിൻ്റാണ് about that which a body floating in a liquid. Next question. Which of the following condition is correct in the case of stable equilibrium of all partially submerged floating bodies? Option A. Center of buoyancy must be above the center of gravity. B. Center of buoyancy must be below the center of gravity. C. Metacenter must be at a higher level than the center of gravity. D. Metacenter must be at a lower level than the center of gravity. Answer option C. Metacenter must be at a higher level than the center of gravity. ഇവിടെ പാർഷ്യലി സബ്മേർജ് ചെയ്തിട്ടുള്ള ബോഡിയുടെ സ്റ്റേബിൾ ഇക്വിലിബ്രിയത്തിൻ്റെയും അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയത്തിൻ്റെയും ഫിഗർ തന്നിട്ടുണ്ട്. ഇൻ സ്റ്റേബിൾ ഇക്വിലിബ്രിയം center of buoyancy must be lower than center of gravity. And metacenter is at a higher level than center of gravity.
ഈ അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയത്തിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഹയർ ലെവലിലായിരിക്കും, സെൻറ്റർ ഓഫ് ബൊയാൻസി ലോവർ ലെവലിലും. അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത്, സെൻറ്റർ ഓഫ് ബൊയാൻസിൻ്റെയും സെൻറ്റർ ഓഫ് ഗ്രാവിറ്റീൻ്റെയും നടുവിൽ വരും. സ്റ്റേബിൾ ഇക്വിലിബ്രിയത്തിൻ്റെ കേസിൽ സെൻറ്റർ ഏറ്റവും മുകളിലായിരിക്കും, പിന്നെ അതിന് താഴെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി, അതിന് താഴെ സെൻറ്റർ ഓഫ് ബൊയാൻസി. അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയത്തിൻ്റെ കേസ് വരുമ്പോൾ ഏറ്റവും മുകളിൽ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി, അതിന് താഴെ മെറ്റാസെൻറ്ററും, അതിന് താഴെയാണ് സെൻറ്റർ ഓഫ് ബൊയാൻസി വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മെറ്റാസെൻട്രിക് ഹൈറ്റ് ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഓപ്ഷൻ എ വാട്ടർ സർഫേസ് ആൻഡ് സെൻറ്റർ ഓഫ് പ്രഷർ, ബി മെറ്റാസെൻറ്റർ ആൻഡ് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി, സി മെറ്റാസെൻറ്റർ ആൻഡ് സെൻറ്റർ ഓഫ് ബൊയാൻസി, ഡി മെറ്റാസെൻറ്റർ ആൻഡ് വാട്ടർ സർഫേസ്. ആൻസർ ഓപ്ഷൻ ബി, മെറ്റാസെൻറ്റർ ആൻഡ് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി. മെറ്റാസെൻട്രിക് ഹൈറ്റ് ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ മെറ്റാസെൻറ്റർ ആൻഡ് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി. ആദ്യം ഒരു ബോഡി നോർമൽ പൊസിഷനിൽ നിൽക്കുകയാണെങ്കിൽ ജി എന്ന് പറയുന്നത് അതിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി, ബി എന്ന് പറയുന്നത് അതിൻ്റെ സെൻറ്റർ ഓഫ് ബൊയാൻസി ആയിരിക്കും. ഇനി ഈ ബോഡിക്ക് ഒരു ചെറിയ ടിൽറ്റ് കൊടുക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി മാറുന്നില്ല, എന്നാൽ സെൻറ്റർ ഓഫ് ബൊയാൻസി മാറുന്നുണ്ട്, ബി ടു B1 മാറുന്നുണ്ട്. ഇനി മെറ്റാസെൻറ്റർ എങ്ങനെയൊക്കെയാണ്, ഈ B1 പെർപെൻഡിക്കുലർ വരയ്ക്കുമ്പോൾ അത് BG ലൈനിൻ്റെ എക്സ്റ്റൻഷനിൽ എവിടെയാണോ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നത് ആ പോയിന്റിനെയാണ് മെറ്റാസെൻറ്ററായിട്ട് എടുക്കുന്നത്. ഈ മെറ്റാസെൻറ്ററിന് എബൌട്ടായിട്ടാണ് ബോഡി ഓസിലേറ്റ് ചെയ്യുന്നത്. Next question, a body floating in a liquid is said to be in neutral equilibrium if its metacenter. Option A, coincide with its center of gravity, B, lies above its center of gravity, C, lies below its center of gravity, D, lies between the center of buoyancy and center of gravity. Answer option A, coincide with its center of gravity. ന്യൂട്രൽ ഇക്വിലിബ്രിയത്തിൻ്റെ കേസിൽ മെറ്റാസെൻറ്ററും സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയും കോയിൻസൈഡ് ചെയ്തിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് എ ബോഡി ഫ്ലോട്ടിംഗ് ഇൻ എ ലിക്വിഡ് ഡസ് നോട്ട് റിട്ടേൺസ് ബാക്ക് ടു ഇറ്റ്സ് ഒറിജിനൽ പൊസിഷൻ ആൻഡ് ഹീൽസ് ഫർദർ എവേ when give a small angular displacement, the body is said to be in option A, neutral equilibrium, B, stable equilibrium, C, unstable equilibrium, D, none of this. Answer option C, unstable equilibrium. അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയത്തിൻ്റെ കേസിൽ ഒരു ബോഡിക്ക് സ്മോൾ ടിൽറ്റ് കൊടുത്താൽ അത് ഒറിജിനൽ പൊസിഷനിൽ നിന്നും മാറിയിട്ട് വേറൊരു പൊസിഷനിൽ നിൽക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഈസ് കറക്റ്റ്? ഓപ്ഷൻ എ, ദ മെറ്റാസെൻട്രിക് ഹൈറ്റ് ഈസ് പോസിറ്റീവ് ഇൻ കേസ് ഓഫ് അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം. B, the center of buoyancy in a submerged body remains unchanged. C, if the center of gravity is below the center of buoyancy, the body is unstable. D, when the body is fully submerged, the shape of the displaced fluid alters when the body is tilted. Answer option B, the center of buoyancy in a submerged body remains unchanged. ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് കരുതുന്നു. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ടോപ്പിക്ക് പഠിച്ചതിന് ശേഷം ആണല്ലോ നിങ്ങൾ ഈ വീഡിയോ കണ്ടത്, അതായിരിക്കും ഏറ്റവും കൂടുതൽ ബെറ്റർ. നിങ്ങൾ ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിലും നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലും പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. അതുപോലെ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയി ലഭിക്കുന്നതിന് വേണ്ടി ബെൽ ഐക്കണും അമർത്തുക. താങ്ക് യു.